സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പോലും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയെങ്കിൽ അതിനെ എതിർക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എതിർക്കുകയാണ്. അതിന്റെ പേരിൽ ഭിന്നിപ്പ് ഉണ്ടായെങ്കിൽ ഭിന്നിപ്പിന് ഉത്തരവാദി ഞങ്ങളല്ലെന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ല, സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏറ്റവും അത്ഖയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും അക്രമമായ, ഏറ്റവും മഹത്വമുള്ള വ്യക്തി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അലമക്കും ലില്ലാഹി വഅഖ്ശാക്കും വഅത്ഖാക്കും അനാ. അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവൻ ഞാനാണ്, അല്ലാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്യുന്ന ആള് ഞാനാണ്, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ആള് ഞാനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. റബീഉൽ അവ്വൽ മാസം വരുന്നു. അന്ന് ഇൻഷാ അല്ലാഹ് കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ഹുബ്ബുർ റസൂൽ കോൺഫറൻസിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഷഹാദത്ത് കലിമയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പറയാതെ മുസ്ലിമാകുന്നില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ പറയാതെ ബാങ്ക് ആവുകയില്ല. നിസ്കാരത്തിന്റെ ഉള്ളിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയാതെ നിസ്കാരം സാധുവല്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരം സഹീഹല്ല. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അവിടുത്തെ മഹത്വങ്ങളും പറഞ്ഞാൽ അതെത്രയോ അധികമുണ്ട്, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അഖില്ലായ മയ്യസ്തി മദീഹ മുഹമ്മദ് വഫി മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി ഖുറഊ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലും അതുപോലെ തൗറാത്ത്, ഇൻജീൽ, സബൂറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹു പറഞ്ഞു തീർക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പ്രധാനത്തിലേക്ക് എന്റെ ചെറുപ്പക്കാരെ, എന്റെ യുവാക്കളെ, നിങ്ങൾ പെട്ടുപോകരുതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ എത്രയെത്ര മുഅ്ജിസത്തുകളാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരൊറ്റ സംഭവം ചെറിയ നിലക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഴയില്ലാതെയായി. സുബ്ഹാനല്ലാഹ്, ഇന്ന് എത്ര സ്ഥലത്താണ് മഴയില്ലാതെ വിഷമിച്ച് ജനലക്ഷങ്ങൾ മരണപ്പെട്ടു പോകുന്നു. മറ്റു ചില وألقى بكفيه الصبي ابتكانة من الجوع خوفا ما يمر وما يحلي فما كان مما يأكل الناس عندنا سوى الهم لله والعلف ذي الفصل وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل صلاة وتسليم على المصطفى المعطاء خير البرية. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബി വന്ന് പറയുന്നതിന്റെ ചുരുക്കം, ഓ ഹബീബായ നബിയേ, മഴയില്ലാതെ വെള്ളമില്ലാതെ കട്ടപ്പെട്ട് മൃഗങ്ങൾ ചത്തുപോകാൻ തുടങ്ങിയിരിക്കുകയേ.
ഗർഭിണികളായ സ്ത്രീകളുടെ വയറ്റിലുള്ള കുട്ടികൾ മരിച്ചുപോകാണെങ്കിൽ മുലപ്പാലിന് പകരം രക്തങ്ങൾ വരാൻ തുടങ്ങി മലകൊടിക്കുന്ന കുട്ടികളും മരിച്ചു വീഴാൻ തുടങ്ങിയത് ആട്ടങ്ങ എന്ന് പറയുന്ന കൈപ്പേറിയ സാധനമല്ലാതെ എല്ലാം ഉണങ്ങിപ്പോയി നബിയേ. എന്നിട്ട് സഹോദരങ്ങളെ, ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ ഭാഷയിൽ ശിർക്കായി പോകുന്ന പദം അതാ സഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലാ റസൂലി. എന്താണ് സഹാബികൾ പറയുന്നത്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. മഴയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഓ ഹബീബായ നബിയെ, അങ്ങയിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാൻ ഒരു സ്ഥലവുമില്ല കേട്ടോ. അങ്ങയിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാൻ സ്ഥലമില്ല. ജനങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ മുർസലികളിലേക്കല്ലാതെ എവിടേക്ക് പോകാനാണ്? തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് ആരുടെ അടുക്കലേക്ക് പോകാനുണ്ട്? അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം നബിയേ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികളൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൈകൊണ്ടൊന്നിങ്ങനെ ആകാശത്തിലേക്ക് ചൂണ്ടി, അല്ലാഹുമ്മ അസ്ഖിനൽ ഗൈസ വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. ഞങ്ങൾക്ക് മഴ വേണമല്ല, ഞങ്ങളെ നീ നിരാശപ്പെടുത്തരുത്. ഒറ്റ വാക്ക് അങ്ങ് പറയുന്നു, മഴ പെയ്തു പോയി, മഴ പെയ്തു പോയി. ഖുതുബയോതുന്നു, മഴ വർഷിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു, മഴ വർഷിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു, മഴ വർഷിച്ചുകൊണ്ട്. അങ്ങയാ ആ മഴ നീണ്ടു 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 8 ദിവസമായി. അടുത്ത വെള്ളിയാഴ്ചയായി അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴയാണ്. അതുകൊണ്ട് ആ ഹബീബ് പറയുമ്പോഴല്ലാതെ അത് നിർത്തുന്നു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നിർത്തിയില്ല. അടുത്ത വെള്ളിയാഴ്ച ആയപ്പോൾ സഹാബികൾ കൊണ്ട് പറയുന്നു, ഹബീബ് റോഡുകളൊക്കെ മുറിഞ്ഞു പോയി, വെള്ളം നിറഞ്ഞു പോയി, മൃഗങ്ങളൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങി, അതുകൊണ്ട് മഴയൊന്ന് നിർത്തിത്തരണം. ഹബീബ് പറയുന്നു, കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ കാണിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങൾക്ക് മഴ മതി, ഞങ്ങളടുക്കൽ മഴ വേണ്ട, ചുറ്റുഭാഗത്ത് ജനങ്ങളില്ലാത്ത സ്ഥലത്ത് മഴ പെയ്തു കൊള്ളട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് പറയുന്നതോടൊപ്പം ഈ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നതോടൊപ്പം മേഘങ്ങൾ മുഴുവനും നീങ്ങിപ്പോയി. മദീനയിലും പരിസരത്തിലും മഴയില്ല, അതിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും വമ്പിച്ച മഴ തന്നെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് നോക്കൂ. സഹാബത്തിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തത് നിങ്ങൾ നോക്കൂ. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അങ്ങനെ ആയിരക്കണക്കിന് മുഅ്ജിസത്തിന്റെ ഉടമസ്ഥനായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് പോകാതെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെടുത്തുന്ന നമ്മുടെ പത്രം സിറാജ് സുന്നിയുമായി സുന്നത്ത് തുടങ്ങിയ പത്രങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുക. നിങ്ങൾക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുമാറാകട്ടെ.